കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. ഒരു പുരോഹിതന്റെ കൈവയ്പിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്താണ്? കർത്താവിന്റെ അനുഗ്രഹവും കർത്താവിന്റെ പ്രൊട്ടക്ഷനുമാണ്, പരിപാലനയുമാണ്. കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് പരിപാലിക്കട്ടെ. നിനക്ക് ഒരു തിന്മയും, അതാണ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ, പരിപാലിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിനക്ക് ഒരു തിന്മയും ഉണ്ടാകാതിരിക്കട്ടെ. നിന്റെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് കർത്താവ് കൊണ്ടുപോകട്ടെ. കർത്താവിൻ്റെ ആ പരിപാലനയാണ് ഈ പുരോഹിതന്റെ കരത്തിലൂടെ നിന്റെ ശിരസിലേക്ക് വരുന്നത്. ശിരസിൽ കൈവച്ചില്ലെങ്കിലും കൈ ഉയർത്തി പുരോഹിതൻ അനുഗ്രഹിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പരിപാലന ഒഴുകിയിറങ്ങും. യെസ്, നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് നിന്നെ ലെറ്റ് ഹിസ് ഫേസ് ഷൈൻ അപ്പോൺ യു എന്നാണ് അതിനെ പറയുന്നത്. ലെറ്റ് ഹിസ് ഫേസ് ഷൈൻ അപ്പോൺ യു. കർത്താവ് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. കർത്താവിൻ്റെ മുഖം നിന്റെ മേൽ, ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ പ്രിയപ്പെട്ടവർ അങ്ങനെയാണ്, കർത്താവിൻ്റെ മുഖം നിന്റെ മേൽ പ്രകാശിക്കട്ടെ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. Let his face shine upon you. കർത്താവിന്റെ മുഖം നിന്റെ മേൽ പ്രസാദിക്കട്ടെ. അപ്പൊ ഒരു വചനമായി കർത്താവിന്റെ മുഖത്തെ കുറിച്ചുള്ള മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ മുഖം എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ, പുതിയ ട്രാൻസ്ലേഷൻ അച്ഛൻ അറിയില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ അത് ഇങ്ങനെയാണ്, ലെറ്റ് ഗോഡ്സ് ഫേസ്, ലെറ്റ് ഹിസ് ഫേസ് ഷൈൻ അപ്പോൺ യു. കർത്താവിന്റെ മുഖം നമ്മുടെ മേൽ പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞാൽ, കർത്താവ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കർത്താവ് നിന്നെ നോക്കി ഒന്ന് ചിരിക്കട്ടെ. നിങ്ങൾ വിചാരിക്കും, ഓ ഇതാണോ അച്ഛൻ പ്രാർത്ഥിച്ചത്? കർത്താവ് നിന്നിൽ പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിൽ പ്രിയപ്പെട്ടവരെ ഭയങ്കര സംഭവമാണ്. നിന്റെ ജീവിതം കർത്താവിന് പ്രീതികരമായിരിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. കൈയടിച്ച് കർത്താവിന്. നമ്മുടെ ഉള്ളിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു പോകട്ടെ. ഈശോയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മളിൽ വന്ന് നിറയട്ടെ. അപ്പോൾ കർത്താവിന്റെ മുഖം നമ്മുടെ മേൽ പ്രസാദിക്കും. കൈയടിച്ച് നന്ദി പറയാം.